ഇതൊന്ന് കണ്ടു നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്നൊന്ന് പറയും ഫ്രണ്ട്സ്. ഹലോ മൈ ഗൈസ്, നോമ്പർക്കുമ്പോൾ എന്തൊക്കെ കഴിച്ചു നോക്കിയാൽ ഇന്ന് വീട്ടിൽ സമൂസയും അതുപോലെ കാടമുട്ടിയും ബ്രെഡ് പോക്കറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതിൽ 14 സമൂസയും 15 കാടമുട്ടിന്റെ പ്ലേറ്റിലേക്ക് കൊടുത്ത് വെച്ച് കണക്കിൽ ഞാൻ പണ്ടേ കണക്കായതുകൊണ്ട് അങ്ങനെ കണക്ക് എത്തിച്ചില്ല കേട്ടോ. പിന്നെ ഒറ്റ കാത്തിരിപ്പാണ് ഗൈസ് മുക്രി ബാങ്ക് കൊടുക്കാൻ വേണ്ടി. മുക്രിനെ മനസ്സിൽ ധാനിച്ചൊരു ഒറ്റ ഇരുത്താണ്. അങ്ങനെ അവസാനം ബാങ്ക് കൊടുത്ത് ഗൈസ് 4 ഗ്ലാസ് ജ്യൂസും പ്ലേറ്റിലുണ്ടായിരുന്ന സമൂസയും കാടമുട്ടിയും പിന്നെ ബ്രെഡ് പോക്കറ്റ് ഒക്കെ ഒറ്റ മുണുകളായിട്ട് മുണി. കാരണം എന്താ, നമ്മളെ പള്ള നമ്മളെ വേണം നിറയ്ക്കാൻ വേണ്ടിട്ട്, വേറെ ആരും വന്ന് നിറച്ചല്ല. കാരണം ഞാൻ നോമ്പ് പിടിച്ചില്ല, നോമ്പ് കുറച്ച് വേറെ ഞാൻ വേണ്ട നിറയ്ക്കാൻ. നിങ്ങൾ പറ ഗൈസ്, തിന്നേക്കാൾ സുഖമുള്ള പരിപാടി വേറെ എന്താ? അതുകൊണ്ടാണ് ഞാൻ തിന്നണം കേട്ടോ. രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി എടുക്കുക ചില്ലറ കാര്യം എന്റെ പഠിച്ചുകൊണ്ട് ആലയ്ക്കുമ്പോൾ വയ്യ. രാത്രി എനിക്ക് പ്രൊമോഷൻ ഷൂട്ടിന് പോണാക്കി 4 പഴം കയ്യിലെടുത്ത് തിന്നിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പാളയത്തെത്തിയപ്പോൾ പ്ലേറ്റ് കട്ട് ഫ്രൂട്ട്സും കഴിച്ചു. പിന്നെ നേരത്തെ കസിന്റെ അടുത്ത് പോയി ചായയും കുടിച്ചത്. പിന്നെ സ്റ്റാൻഡിംഗ് ടേബിൾ ആട്ടോ, ഇവൻ നമ്മൾ പിടിച്ചെന്നോളും. പിന്നെ ഞാൻ ഗ്രീൻ പീസും അതുപോലെ ഡബിൾ ബുൾസയും പിന്നെ ഒരു ചായയും കുടിച്ചിട്ടുണ്ടായിരുന്നേ. ചായ കുടിച്ചോണ്ട് ഇപ്പത്തെ ഭാഗത്ത് കടലൊക്കെ ചേട്ടൻ കിടപ്പ്. അവിടെ പോയിട്ട് കടലും മേടിച്ച് ആ ചായ ക്ലാസ് അവിടെയും വെച്ചിട്ട് ഇപ്പൊ 2 ഷോപ്പ് ഞാൻ വിലക്കെടുത്ത പോലെ ഇപ്പൊ 2 ഭാഗത്ത് എനിക്ക് നിൽക്കാൻ പറ്റൂട്ടോ. അതെല്ലാം കഴിഞ്ഞ് ഞാൻ നേരെ SM സ്ട്രീറ്റിലൊക്കെ അവിടെ പോയപ്പോൾ ഫുൾ കൂളിംഗ് ക്ലാസ്. ഏതല്ലേ കിൻസോ എന്ന് പറഞ്ഞ ഈ ഷോപ്പിലെ ഷൂട്ടിനായിട്ട് ഒരു ഐസ്ക്രീം കുടിച്ച് ഞാൻ നേരെ മല്ലു സർബത്തിലേക്ക് പോയിട്ട് നമ്മളെ ഇടയിലെ ഹോട്ടലിന്റെ അടുത്തുള്ള കുട്ടിച്ചേരാ പോയ പാടുന്ന അവിടുത്തെ മസാല മുട്ട കഴിച്ചിട്ട് പിന്നെ അവിടുത്തെ പറക്കും തുള്ളിക്കട്ട് കഴിച്ചത്. ഈ കുടിച്ചതൊക്കെ ഓർമ്മ കിളികളൊക്കെ 4 10 പറഞ്ഞു. The coefficient of linear expansion is the position of the hemoglobin in the atmosphere. But why? പിന്നെ ബീട്രൂട്ട് കഴിഞ്ഞ വെച്ചാൽ സുബർക്കത്തെ ചിന്നും കുടിച്ച് പിന്നെ കുട്ടിച്ചാർ മണവാട്ടി അത് കുടിച്ചിട്ട് പിന്നെ ഈ ഉപ്പിലിട്ട കഴിച്ചിട്ട് നേരെ അവർക്ക് ബായി പറഞ്ഞു പോയിട്ടോ. ഞാൻ പോകുന്നു. പിന്നെ ഒറ്റ കാത്തിരിപ്പാണ് ഷവർമയും പറക്കും കിട്ടാൻ. അവസാനം ഷവർമ കിട്ടി. ഷവർമ കഴിച്ച് പിന്നെ അതിന് കൂടെ സ്ലൈസ് കുടിച്ചാൽ അതൊക്കെ ബർഗർ ആട്ടോ. ബർഗർ പിന്നെ സിംഗർ ബർഗർ എന്റെ ഫേവറേറ്റ് ആട്ടോ. പിന്നെ അതും കഴിച്ച് അതിലൊക്കെ പിന്നെ നാച്ചുറൽസിന്റെ ഒരു ജ്യൂസും കുടിച്ചായിരുന്നു. അത് കഴിയുമ്പോൾ റാഹത്തായിട്ട് പിന്നെ കസിന്റെ കൂടെ പോയിട്ട് ലലലലല പാട്ടും പാടി വീട്ടിലേക്ക് പോയിട്ടോ. വീട്ടിലെത്തി ഇവിടെ കാസറോൾ ഉള്ളപ്പോൾ 5 സമൂസ പിന്നെ അതൊരു തകത്താക്കി മെയിൻ കോഴ്സിലേക്ക് കിടക്കാം. മെയിൻ കോഴ്സിലുള്ള പൊറോട്ടന്റെ എണ്ണം ലെങ്ങനെ നിന്നോളെ കേട്ടോ. പൊറോട്ടന്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് നല്ല കടുമാങ്ങണ്ടായിരുന്നു. കടുമാങ്ങ പക്ഷേ അണ്ടി ഉണ്ടായിരുന്നില്ല. പക്ഷെ കുഴപ്പമില്ല, കടുമാങ്ങ കൂട്ടിയായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടോ. പിന്നെ വിശപ്പ് എവിടെ എത്താത്തതുകൊണ്ട് കുറച്ച് ചോറും കൂടി ഇട്ട് കഴിച്ചാൽ ചോറിന്റെ വീക്ക്നെസ് ആണ് ഈയിടെ ആയിട്ട്. പിന്നെ ഫ്രഷ് ആയി വന്ന് കാസറോൾ നടന്നപ്പോൾ അതിൽ പൊരിച്ചപത്തിരി പിന്നെ നോക്കി പൊരിച്ചപത്തിരി എടുത്ത് ഇടാൻ തുടങ്ങിയിട്ട് പിന്നെ അതിൽ കുറച്ച് കോഴി പൊരിച്ച എടുത്തിട്ടെ നല്ല രസമുണ്ട് കഴിക്കാൻ വേണ്ടി. പൊരിച്ചപത്തിരി കടമാങ്ങ അതിന്റെ കൂടെ കോഴി പൊരിച്ച വെച്ചിട്ട് വാവ് വണ്ടർഫുൾ. പിന്നെ നേരെ ഒരു ഗ്ലാസ് ജ്യൂസും കുടിച്ച് പഴത്തിന് കൊണ്ടപ്പോൾ തലട്ടോ. ഏതെടുക്കാൻ നല്ല കൺഫ്യൂഷൻ. പിന്നെ അവസാനം അത്ര തരത്തിലുള്ള തവളച്ച് കളിച്ച് 2 പഴം 2 റോബസ്റ്റ് എടുത്തിട്ടോ. അത് കഴിച്ചതിന് ശേഷം ഈ 4 അലുവ ഉണ്ടായിരുന്നു അതെടുത്ത് കഴിച്ചായിരുന്നു കേട്ടോ. അലുവ നല്ല രസമുണ്ട് കഴിക്കാൻ വേണ്ടിട്ടോ. പിന്നെ ഈ ഒരു കറങ്ങി കഴിച്ച് ഹൈഡ്രോക്സിക് ബിസ്ക്കറ്റ് ഉണ്ട് ഫ്രിഡ്ജിൽ അതെടുത്ത് കഴിച്ചിട്ടോ. പിന്നെ നേരെ റൂമിലേക്ക് പോയ റൂമിൽ കുറച്ച് ചോക്ലേറ്റ്സ് ഉണ്ട്. ഞാൻ നൂഡിലെ വരട്ട് തിന്നുണ്ട്. നൂഡിലെ ഫേവറേറ്റ് കഴിച്ചു അത്ര കിട്ടും അത്രയും തിന്നുണ്ട്. അത് കഴിഞ്ഞ് മാഡാഗ്ലോസ് കഴിച്ചായിരുന്നു. സോ അത്രയുള്ള കഴിച്ച് ഇനി അത്താഴമാണ് എന്തെങ്കിലും കഴിക്കണം. വേമ കിടന്നു നോക്കട്ടെ, അല്ലെങ്കിൽ ശരിയാവുമല്ലോ. സോ ഗൈസ് ബൈ ബൈ. എന്താ ഇപ്പൊ ഇവിടെ നടന്നത്? യുദ്ധം.